മഹേഷ് സാർ ആണെങ്കിലും കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണല്ലോ മൂവിയിലോട്ട് വരുന്നത്. അപ്പൊ 2009, 2013 ആ ഒരു ടൈമിലാണ് സാർ മൂവീസ് ചെയ്തത്. അപ്പൊ ആ ടൈമില് മൂവി മേക്കിങ്ങും ഇപ്പത്തെ മൂവി മേക്കിങ്ങിനും ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കഥ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മേക്കിംഗ് രീതി കുറെ വ്യത്യാസമാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു കഥ സെലക്ട് ചെയ്യുമ്പോഴായാലും അത് മേക്കിംഗ് ആയാലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് പണ്ടത്തെ സിനിമ തന്നെ കഥയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ടുള്ള സിനിമ. പിന്നെ അത് കുറേശ്ശെ മാറി, പിന്നെ സാമൂഹ്യമായിട്ടുള്ള സിനിമകളായി. പിന്നെ മാറി ഇപ്പോഴും കുറച്ച് നോക്കിയാൽ നമുക്ക് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ആടി വെട്ട് കൊത്ത് ഇത് സ്റ്റേബിൾ അല്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജ് മാറി മാറി പോയി. പക്ഷെ നല്ല ഫാമിലി സിനിമ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നല്ലേ ഒരു ഫാമിലി സിനിമയാണ്. പിന്നെ ഇപ്പത്തെ ഒരു സിനിമയ്ക്ക് ഏറ്റവും ഒരു വെല്ലുവിളി എന്ന് പറയുന്നതാണ് റിവ്യൂകൾ എന്ന് പറയുന്നത്. ഇപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഇറങ്ങി വരുമ്പോ തന്നെ നമ്മൾ എങ്ങാനും നെഗറ്റീവ് പറഞ്ഞാൽ ആ മൂവി കൊള്ളത്തില്ല എന്നുള്ള അടിയറ വെക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ ഒരു രീതിയിലായി തുടങ്ങി. അപ്പോ അത് ശരിക്കും ഒരു നല്ലൊരു മൂവിക്ക് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് അതൊരു വെല്ലുവിളിയാണെന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാഡ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തത്, നിങ്ങൾ ഈ പടം ആദ്യം ഒന്ന് കാണണം, കണ്ടാലും മനസ്സിലാവുള്ളൂ. ഏതെങ്കിലും റിവ്യൂ കേട്ടിട്ടോ കണ്ടിട്ടോ നിങ്ങൾ കാണാതിരിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് ഞങ്ങൾ ആദ്യം ഞങ്ങൾ കൺഫ്യൂസ് റിക്വസ്റ്റ്, പ്ലീസ് കം ആൻഡ് സീ ഇറ്റ്. ശരിക്കും അത് നിർത്തണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടം അത് പലരും ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ്. അപ്പൊ ഞാൻ കണ്ട ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അത് മറ്റു കാണുന്നവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. അത് നമ്മൾ പരസ്യമായിട്ട് ആ സിനിമ കൊള്ളില്ല പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കില്ല. പിന്നെ ഇതൊക്കെ പലരും അവരുടെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമായിട്ടാണ് കൊണ്ടുനടക്കുന്നത് ഈ റിവ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറ റിവ്യൂസ് കേട്ടിട്ടാണ് ശരിക്കും സിനിമയ്ക്ക് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത കേട്ടോ, സിനിമയെ കുറിച്ച് മോശമായി പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മോശമായി വാക്കുന്നത് പെട്ടെന്ന് സ്പ്രെഡ് ആവും, മനസ്സിലായില്ല. അപ്പൊ സിനിമക്കാരെ കുറിച്ച് മോശമായിട്ട് സിനിമയെ കുറിച്ച് മോശമായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് റിവ്യൂവേഴ്സിന് ഇഷ്ടംപോലെ ആൾക്കാർ ഓസം. കറക്റ്റ്. പക്ഷെ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോ സ്പ്രെഡ് ആവെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ശരിക്കും അങ്ങനെയാണ്. അവര് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ വന്നിട്ട് പറയുന്ന നിങ്ങൾ ഈ സിനിമ കാണാൻ അതൊരിക്കലും നല്ലൊരു ശീലമല്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതോ കാരണം ഇവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹിറ്റായ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഫ്ലോപ്പായി പോയിട്ട് ഇഷ്ടപ്പെട്ട് ആ പോയ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ രണ്ടുതരം എല്ലാ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ഒരിക്കലും ഒരു വന്ന സിനിമ തിയേറ്ററിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് അതുകൊണ്ട് ഒരു 120 കുടുംബം കഴിയുന്ന ഒരു സിനിമയാണ്. എന്നുകൊണ്ട് ജനങ്ങൾ സഹിക്കണം എന്നുള്ളതല്ല അതിനർത്ഥം. അത് അത്രയും പേരുടെ കഷ്ടപ്പാട് കൊണ്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കരുത്. കയറി കണ്ടിട്ട് കൊള്ളൂല്ലെങ്കിൽ ആളാത് കൊള്ളില്ല എന്ന് പറയാം, അല്ലാതെ നിങ്ങളിത് കാണരുത് എന്ന് പറയരുത്. കാരണം ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ആകുമ്പോൾ ഈ ഇൻഡസ്ട്രി ഇല്ലാതെ, അത് സത്യമാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഈ സിനിമ മേഖല ഇല്ല. കയ്യിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് പടം പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എത്ര പേരുണ്ട് നമുക്ക്. അപ്പൊ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കി അതിനോട് താല്പര്യമുള്ളവർ എല്ലാരും വരില്ല. സിനിമയോട് താല്പര്യമുള്ളവരായിരിക്കുമല്ലോ അതിനോട് പൈസ മുടക്കാനായിട്ട് വരും. അപ്പൊ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് ഈ ഒരു സിനിമ, ഒരു പുതിയ സിനിമ വേറെ പ്രൊഡ്യൂസർ. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ പടം റിലീസായി മോശം റിവ്യൂ വന്നു. അപ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളിക്കാരെ ഇട്ടിട്ട് പോയി. കാരണം ഇനി ഇപ്പൊ എന്റെ സിനിമ വന്ന് ഇതിനൊക്കെ വന്നത് അപ്പൊ ആരെങ്കിലും പറഞ്ഞു എന്തിനാ നീ വെറുതെ പൈസ കൊടുക്കണേ എന്ന് പറയും. അത് പോയി. അത് ആ ഒരു പ്രൊഡ്യൂസർ പിന്മാറിയപ്പോ അതിന്റെ പിറകിൽ ജീവിക്കേണ്ടിയിരുന്ന 120 കുടുംബങ്ങളാണ്. അവർക്ക് കിട്ടേണ്ട അന്നത്തിന്റെ ഭാഗമാണ് ഇല്ലാതായി പോകുന്നത്. ഈ പറയുന്നവർക്ക് അത് അറിയേണ്ട കാര്യം. അവർ നോക്കുന്നത് ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അത് എത്ര ആൾക്കാർക്ക് റീച്ച് എത്തിക്കുക, അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം മാത്രമേ നോക്കൂ. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ, പക്ഷെ അത് സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞോളൂ. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ അധികം പേരും സിനിമ കാണാറുണ്ട്. കാണാതെ നിർന്നിട്ട് കളിയാക്കുക, ആർട്ടിസ്റ്റിനെ കളിയാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ കളിയാക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കളിയാക്കുക, എന്തെങ്കിലും സിനിമ എടുക്കാൻ പോയി എന്ന കാര്യമില്ല. എല്ലാവർക്കും ഈ ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. മെയിൻ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും, കഥാകൃത്തിന് ഇഷ്ടപ്പെട്ടുണ്ടാവും, പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും, ഈ കഥ കേൾക്കുന്ന ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടുണ്ടാവും.
അത്രയും പേര് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ സിനിമ ഉണ്ടാവുക, അല്ലേ? അതെ, അപ്പൊ അവരുടെ ഇഷ്ടമാണ്. അത് ജനങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേര് സ്വീകരിക്കാൻ, കുറച്ച് പേര് റിജക്ട് ചെയ്യും. സ്വീകരിക്കാണ്ടിരിക്കാം. പക്ഷെ അതിന് ആ രീതിയിലേ കാണാവൂ, അല്ലാതെ അടച്ചാക്ഷേപിച്ച ഒരു സിനിമയെ കുറിച്ച് ഇപ്പൊ പൊതുവെ ഉള്ളൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ഇന്റർവെൽ ആകുമ്പോൾ തന്നെ അതിനെ കുറിച്ച് ഭയങ്കര മോശമായി പറയുന്ന ഒരു രീതിയുണ്ട്. അതൊരിക്കലും നല്ലതല്ലെന്ന്. കാരണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായിട്ട് വന്ന പ്രൊഡ്യൂസേഴ്സ് അവർ പിന്മാറുന്നു. ഒരു സിനിമ കാരണം ഇവരാരും കടുപ്പം മോട്ടിച്ച് കൊണ്ടുവരുന്ന പൈസ അല്ലല്ലോ, കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ അവരുടെ ആഗ്രഹം കൊണ്ടൊരു സിനിമ എടുക്കുന്നതാണ്. അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊരു സിനിമ എടുക്കാൻ. ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, പിന്നെ ഈ സിനിമ ഓടിയാൽ അല്ലെങ്കിൽ അത് ഓടിയാൽ പുള്ളി വീണ്ടും ഒരു സിനിമ എടുക്കും. ആ സിനിമ കൊണ്ട് ഞാനല്ലെങ്കിൽ എന്നെ അല്ല വേറൊരാള് 190 കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിച്ചു പോകും. പക്ഷെ ഇതുകൊണ്ട് മനം എടുത്ത് ഈ മനുഷ്യൻ പോയാലോ പിന്നെ ഉണ്ടാവില്ല സിനിമ അയ്യൊരു സിനിമ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ റിവ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്കൊരു അപേക്ഷയുള്ളത്, ഒരിക്കലും അടച്ചാക്ഷേപിക്കാതിരിക്കുക. നിങ്ങൾ സിനിമ കാണുക, സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക. ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുക. കാണാൻ വരുന്നവരെ നിങ്ങൾ ഈ സിനിമ കാണരുത് പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്താതിരിക്കുക.